എല്ലാ ടീമിലും എന്ത് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം പുതിയ പുതിയ അച്ചീവേഴ്സ്, റൈസിംഗ് സ്റ്റാർസ് ആയിട്ടുള്ള പുതിയ പുതിയ ആളുകളും. ഇപ്പൊ കഴിഞ്ഞ മാസം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 84ഓളം അച്ചീവേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ ഒരാൾ റൈസിംഗ് സ്റ്റാർ ആവണം എന്നുണ്ടെങ്കിൽ 3 പേര് വരണം എന്ന് എല്ലാവർക്കും അറിയാം. 3 പേര് അവരുടെ ബിസിനസ്സിൽ അസോസിയേറ്റ് ചെയ്താലാണ് ഒരാൾ റൈസിംഗ് സ്റ്റാർ ആകുമെങ്കിൽ 83 അച്ചീവേഴ്സ് ഉണ്ടെങ്കിൽ എത്ര പുതിയ ആളുകൾ നമ്മുടെ എംപവർ കമ്മ്യൂണിറ്റിയിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതല്ലെങ്കിൽ ആ ആളുകളൊക്കെ ഏതൊക്കെ ടീമിലൂടെയാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പൊ അത്രത്തോളം പുതിയ ആളുകളുണ്ട്. അപ്പൊ ആ പുതിയ ആളുകൾക്കും നിലവിൽ ഉള്ള ആളുകൾക്കും എല്ലാവർക്കും കൂടിയിട്ടുള്ളതാണ് വെൽക്കം മീറ്റ്. അതായത് പുതിയൊരാളെ നമ്മുടെ ബിസിനസ്സിലേക്ക് വെൽക്കം ചെയ്യുന്നതിനുപരി നമ്മുടെ ഫാമിലിയിലേക്ക് വെൽക്കം ചെയ്യുന്ന ഒരു മീറ്റാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ബിസിനസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ ഇതിനു മുന്നേ ഏത് മേഖലയിലാണ് ബിസിനസ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ജോലി ചെയ്തിരുന്നത്? ഏത് വരുമാനത്തിനെയാണ് നിങ്ങൾ ആശ്രയിച്ചിരുന്നത്? ആ വരുമാനത്തിൽ കഴിഞ്ഞ വർഷങ്ങളായിട്ട് നിങ്ങൾ എന്തൊക്കെ നേടിയെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നേടാൻ പറ്റാത്തതായിട്ട് എന്തൊക്കെയുണ്ട്? ആ നേടാൻ പറ്റാത്തതൊക്കെ ഇന്ന് ഈ ബിസിനസ്സിലേക്ക് നിങ്ങൾ വന്നിട്ടുള്ളത് ആ നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ അതൊക്കെ നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടോ? ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഈ ബിസിനസ്സിൽ എന്താണ് നിങ്ങൾ അട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു ഫാക്ടർ? ഈ ബിസിനസ് ചെയ്യാനുണ്ടായിട്ടുള്ള ഒരു കാരണം എന്താണ് എന്നുള്ളതൊക്കെയാണ് ഒരു വെൽക്കം മീറ്റിൽ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോണത്. അപ്പൊ എല്ലാവരെയും ഞാൻ എന്ത് ചെയ്യണം, നമ്മുടെ വെൽക്കം മീറ്റിലേക്ക് ഞാൻ എന്ത് ചെയ്യണം, എല്ലാവരെയും വെൽക്കം ചെയ്യണം. അതിലുപരി 400 പേരായിട്ടുള്ള 500 പേരുടെ കപ്പാസിറ്റി ഉള്ള സൂമാണ് നമ്മുടേത്. അപ്പൊ 500 പേര് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഒരു 2 മിനിറ്റ്സ് ഞാൻ ടൈം തരാം മാക്സിമം. അപ്പൊ അത് ആ ടൈം ആകുമ്പോഴേക്കും എനിക്ക് വെൽക്കം മീറ്റിന്റെ PDF എന്ത് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണം. അപ്പൊ അതിലേക്ക് ഞാൻ പോകണം. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ആളുകളെ, നിങ്ങളുടെ ടീമിലുള്ള മെമ്പേഴ്സിനെ, കയറാത്ത ആളുകളെ, വെൽക്കം മീറ്റ് അത്യാവശ്യമായിട്ടുള്ള ആളുകളെ, നമ്മുടെ ടീമിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് അല്ലെങ്കിൽ 1.5 വർഷമായിട്ട് നമ്മുടെ ടീമിലുള്ള ആളുകളെക്കാൾ മുൻഗണന കൊടുക്കണം നിങ്ങൾ ഈ മീറ്റിംഗിലേക്ക് ഏറ്റവും റീസെന്റ് ആയിട്ട് വന്ന പുതിയ ആളുകളെ. ഇനി കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് നിങ്ങളുടെ ബിസിനസ്സിലുണ്ട്, പക്ഷെ അവർ ലൈവ് അല്ല, അവർ ബിസിനസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്കുള്ളതാണ് വെൽക്കം മീറ്റ്. ഏറ്റവും റീസെന്റ് ആയിട്ട് ഏറ്റവും പുതിയതായിട്ട് നിങ്ങളുടെ ടീമിലേക്ക് കഴിഞ്ഞ മാസത്തിൽ വന്നിട്ടുള്ള ആളുകളും കഴിഞ്ഞ മുന്നത്തെ മാസത്തിൽ വന്നിട്ടുള്ള ആളുകൾ ആരൊക്കെയുണ്ടോ, അവരിൽ ആരൊക്കെയാണ് ഏറ്റവും നന്നായി ബിസിനസ് ചെയ്യാത്തത്, അവർക്കുള്ളതാണ് വെൽക്കം മീറ്റ്. സോ അവരൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം അവരിലേക്ക് ഈ മീറ്റിംഗ് എത്തിച്ചു കൊടുക്കുക. അവരോട് ഈ മീറ്റിംഗിലേക്ക് എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് കയറാൻ വേണ്ടി പറയാം. ഓക്കെ. ഓക്കെ, ഇപ്പോ ക്യാപ്റ്റൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും മാക്സിമം ഒന്ന് പ്രൊമോട്ട് ചെയ്യുക. ചിലപ്പോ നിങ്ങൾ എത്ര പേരെ കയറ്റാൻ ഉദ്ദേശിക്കുന്ന അവർക്കൊന്നും കയറാൻ കപ്പാസിറ്റി ഇല്ല. ആകെ 80 പേർക്ക് കയറാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. ഇവാനന്ദ് മാഡം, സ്ക്രീൻ വിസിബിൾ അല്ലേ? സ്ക്രീൻ ഷെയർ വന്നിട്ടില്ലേ? PDF ഓക്കെയാണ്. ഓക്കെ. അപ്പൊ വൺസ് അഗെയിൻ എല്ലാ എംപവർ ഫാമിലി മെമ്പേഴ്സിനെയും ദ വേൾഡ് ഓഫ് പോസിബിലിറ്റീസ്, സാധ്യതകളുടെ ഒരു ലോകത്തിലേക്ക് ഞാൻ വെൽക്കം ചെയ്യണം. അതായത് കോയിൻഫോർജ്. സോ 429 പേരുണ്ട്. ഈ 429 പേരും ഇന്ന് 9 മണിക്ക് വെൽക്കം മീറ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വിലപ്പെട്ട 1 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റ് അത് ഏറ്റവും വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറട്ടെ. ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ലൈഫിൽ റിട്ടേൺസ് വരാൻ പോകുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് എന്ത് ചെയ്യട്ടെ, എല്ലാവർക്കും മാറട്ടെ. അതിനു മുന്നേ സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ് ടു യു ഫോർ ബീങ് എ പാർട്ട് ഓഫ് ദിസ് വണ്ടർഫുൾ ഡിജിറ്റൽ ഓപ്പർച്യൂണിറ്റി. അതായത് നമ്മൾ അറിയാതെ നമ്മൾ ലൈഫിൽ ഇതുവരെ പരിചയപ്പെട്ട അല്ലെങ്കിൽ പരിചയപ്പെടാത്ത ഏതെങ്കിലുമൊക്കെ ഒരു വ്യക്തിയുടെ ത്രൂ നിങ്ങൾ ഈ ബിസിനസിനെ കുറിച്ച് അറിയാനും ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാനും നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എംപവർ ഫാമിലി എന്ന് പറയുന്ന അല്ലെങ്കിൽ വലിയൊരു കമ്മ്യൂണിറ്റി ഇന്ന് കേരളത്തിൽ 6.5 വർഷമായിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എംപവർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് നിങ്ങൾ അസോസിയേറ്റ് ചെയ്യാനും കോയിൻഫോർജ് എന്ന് പറയുന്ന ഒരു ബിസിനസ് നിങ്ങൾ ഏറ്റെടുക്കാനും നിങ്ങളൊരു ലോകത്തിന്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറാനും, അതായത് 95% ലോകത്ത് ഉള്ള ആളുകളും എത്തിപ്പെടാത്ത, ഡിസ്കസ് ചെയ്യാത്ത അല്ലെങ്കിൽ ടച്ച് ചെയ്യാത്ത ഒരു മേഖലയിലേക്ക് വെറും 5% ആളുകളുടെ ഉള്ളിൽ മാത്രം എത്തിയിട്ടുള്ള
Web3 ടെക്നോളജിയുടെ ഒരു ഡിജിറ്റൽ ലോകത്തിലേക്ക് നിങ്ങൾ എത്തിയതിന് വലിയൊരു കൺഗ്രാറ്റുലേഷൻസ്, സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ് ടു ബീങ് പാർട്ട് ഓഫ് ദിസ് ഡിജിറ്റൽ ഓപ്പർച്യൂണിറ്റി. കാരണം അതിന്റെ വാല്യൂ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. കാരണം ലോകത്ത് 5% ആളുകൾ എത്തിപ്പെട്ടിട്ടുള്ള ഒരു മേഖലയിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടു എന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന 95% ആളുകളും ഈ മേഖലയിലേക്ക് എത്തിപ്പെടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങളുടെ സ്ഥാനം, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ, നിങ്ങളുടെ വരുമാനം, നിങ്ങളുടെ അസറ്റ്സ് ഏത് നിലയിലേക്ക് എത്തും എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഒന്ന്, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത് നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, ഈ ബിസിനസ് അല്ലെങ്കിൽ ഈ ഒരു മീറ്റിംഗ്, ഈ ബിസിനസ്സിലൂടെ നിങ്ങൾ എത്തിപ്പെട്ടിട്ടുള്ള ഈ വെൽക്കം മീറ്റ് എന്ന് പറഞ്ഞൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ മീറ്റിംഗിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതിന് ആൻസർ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ കണ്ടെത്തിയാൽ മതി. അത് പുതിയ മെമ്പേഴ്സിനോട് ഉള്ള ഒരു മീറ്റിംഗ് ആണ്, അല്ലെങ്കിൽ പുതിയ ഏറ്റവും റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ആളുകൾക്കുള്ള ഒരു മീറ്റിംഗ് ആണെന്ന് ഞാൻ വീണ്ടും പറയുന്നുണ്ട്. നിങ്ങൾ ഈ ബിസിനസ്സിനെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണോ തുടങ്ങിയത്? ഇതൊരു മെയിൻ ക്വസ്റ്റ്യൻ ആണ്. കാരണം ഞാൻ ഈ ബിസിനസ്സിനെ ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ല തുടങ്ങിയിട്ടുള്ളത്, എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. എന്നെ ഈ ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്ത വ്യക്തിക്ക് വരുമാനം കിട്ടിയത് കണ്ട് അതിനെ അട്രാക്ട് ചെയ്തിട്ടാണ്. അല്ലാതെ ഈ ബിസിനസിന്റെ ടെക്നോളജിയെ ഇഷ്ടപ്പെട്ടിട്ടോ ഈ ബിസിനസിന്റെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ടോ അല്ല. 2020 ഏറ്റവും ലോകത്തുള്ള എല്ലാ ആളുകളും ലോക്ക്ഡൌൺ സിറ്റുവേഷനിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്ന സമയത്ത് എന്നോട് ഈ ബിസിനസ് പറഞ്ഞ വ്യക്തി, ആ സമയത്ത് ഒരാൾക്ക് പോലും വരുമാനം ഇല്ലാതിരിക്കുന്ന സമയത്ത് അദ്ദേഹം വരുമാനം ഉണ്ടാക്കുന്നത് കണ്ട് അതിൽ എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നിങ്ങളും ഈ ബിസിനസ്സിലേക്ക് എത്തിയത് പല 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 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നിങ്ങളുടെ അടുത്ത് ഈ ബിസിനസ് പറഞ്ഞ വ്യക്തി നിങ്ങളുടെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി ആയതുകൊണ്ട് നിങ്ങൾക്ക് നോ പറയാൻ പറ്റാത്തത് കൊണ്ടാവാം. അതല്ലെങ്കിൽ നിങ്ങളോട് ഈ ബിസിനസ് പറഞ്ഞ വ്യക്തി ഈ ബിസിനസ്സിലൂടെ വരുമാനം ഉണ്ടാക്കുന്നത് കണ്ട് എന്നെപ്പോലെ ആശ്ചര്യത്തോടെ അല്ലെങ്കിൽ ഒരു ആവശ്യക്കാരനായതുകൊണ്ട് ഒന്നും നോക്കാതെ ആ വ്യക്തിയെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഈ ബിസിനസ്സിൽ വന്ന വ്യക്തിയാവാം. അതല്ലെങ്കിൽ എന്ത് പറഞ്ഞിട്ടും നിങ്ങളോട് ബിസിനസ് പറഞ്ഞ വ്യക്തി നിങ്ങളുടെ ഫോളോ അപ്പിൽ നിന്ന് മാറി നിൽക്കുന്നില്ല, അത് ദിവസവും നിങ്ങളെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഈ ബിസിനസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വേറെ വഴിയില്ലാത്തത് കൊണ്ട് എത്തിപ്പെട്ട ഒരു വ്യക്തിയാവാം. ഏത് മേഖലയിൽ നിന്ന് നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് എത്തിയതായിക്കോട്ടെ, അതൊന്നും എന്തില്ല ഇവിടെ ഒരു മാനദണ്ഡമല്ല. കാരണം നമ്മൾ വന്ന മേഖല അല്ലെങ്കിൽ നമ്മൾ വന്ന വഴി, ഇതൊന്നും ഈ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എന്തല്ല നമ്മളെ വിജയിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മളെ വിജയിപ്പിക്കാൻ പോകുന്ന വലിയൊരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ പോയിന്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഏത് മേഖലയിൽ നിന്ന് ഏത് വഴിയിൽ നിന്ന് നിങ്ങൾ ഈ ബിസിനസ്സിൽ എത്തിയോ അതൊരു വിഷയമുള്ള കാര്യമല്ല. പക്ഷെ നിങ്ങളെ കയ്യിൽ നിങ്ങൾ ഏത് മേഖലയിൽ നിന്നും ഏത് വഴിയിൽ കൂടെ എത്തിയിട്ടുള്ളത് ഈ ബിസിനസ്സിലേക്ക് ആയിക്കോട്ടെ, പക്ഷെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നിങ്ങൾ ഈ ബിസിനസ്സിനെ ഏറ്റെടുക്കുന്ന രീതി, നിങ്ങൾ ഈ ബിസിനസ്സിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊടുക്കാൻ പോകുന്ന വാല്യൂ, ഈ ബിസിനസ്സിന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊടുക്കാൻ പോകുന്ന പ്രയോറിറ്റി, നിങ്ങൾ എത്രത്തോളം സിൻസിയർ ആയിട്ടാണ് ഈ ബിസിനസ്സിനെ നിങ്ങൾ ദിവസവും കൊണ്ട് നടക്കുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ഈ ബിസിനസ് എന്ത് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും തരാൻ ഉദ്ദേശിക്കുന്നത്. സോ ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ ഈ ബിസിനസ്സിനെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണോ തുടങ്ങിയത്? എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ ബിസിനസ് തുടങ്ങിയത്? എന്തിനു വേണ്ടിയിട്ടാണ്? അതൊരു വലിയ ക്വസ്റ്റ്യൻ അല്ലേ? കാരണം കോയിൻ ഫോർജ് എന്ന് പറയുന്ന ഒരു ബിസിനസ് കയ്യിൽ കിട്ടിയിട്ടുള്ള 100% ആളുകളും രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. പക്ഷേ ഒരു സർട്ടൻ പെർസെന്റേജ് ഓഫ് മെമ്പേഴ്സ് രക്ഷപ്പെട്ടിട്ടുണ്ട്, ഒരു സർട്ടൻ പെർസെന്റേജ് ഓഫ് മെമ്പേഴ്സ് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഒരു സർട്ടൻ പെർസെന്റേജ് ഓഫ് മെമ്പേഴ്സ് രക്ഷപ്പെടുന്നില്ല. കാരണം എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ബിസിനസ് തുടങ്ങിയത് എന്നുള്ള ക്വസ്റ്റ്യൻ ഉത്തരമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ ഈ ബിസിനസ് തുടങ്ങിയത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ട്. എൻ്റെ ബുദ്ധിമുട്ടുകൾ, ഞാൻ ആ സമയത്ത് ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ബാധ്യതകൾ, എനിക്ക് ഒരു വീടില്ലാത്തത്, ഒരു വീട് ഉണ്ടാക്കണം എന്നുള്ള അതിയായിട്ടുള്ള ഒരു ആഗ്രഹം, ഇങ്ങനെയുള്ള പല പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബിസിനസ് തുടങ്ങിയിട്ടുള്ളത്. എൻ്റെ ബിസിനസ്സിൽ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് എത്താനുള്ള തടസ്സം എന്താണോ ആ തടസ്സത്തിനെ നീക്കി ആ തടസ്സം ബ്ലോക്കില്ലാത്ത രീതിയിൽ എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന, എൻ്റെ ജീവിതവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ബിസിനസ് തുടങ്ങിയത്. എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്കും ഈ ബിസിനസ്സിലേക്ക് വന്നതിന് ഒരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള റീസൺ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ് ചെയ്താൽ രക്ഷപ്പെടില്ല. നിങ്ങൾക്കിപ്പോൾ തിരുവനന്തപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് യാത്ര ചെയ്യണം എന്നൊരു കാര്യമുണ്ടെന്ന് വിചാരിച്ചു. നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്തു. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നത് എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരമില്ലെങ്കിൽ നിങ്ങളുടെ ട്രിവാൻഡ്രം ട്രാവൽ വേസ്റ്റ് ആണ്, അല്ലേ? ട്രിവാൻഡ്രം യാത്ര നിങ്ങൾക്ക് വേസ്റ്റ് ആണ്. അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഈ ബിസിനസ് കിട്ടിയിട്ടുള്ളത് എന്തിനാണ് നിങ്ങൾ ഇതിലേക്ക് വന്നിട്ടുള്ളത്? എന്തിനാണ് നിങ്ങൾ ഈ സൂം അറ്റൻഡ് ചെയ്യുന്നത്? ഇതിനുള്ള ഒരു ഉത്തരം
ഇന്നെങ്കിലും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ദിവസങ്ങളും സമയങ്ങളും ഫിനാൻസും ഒക്കെ ഒരു വേസ്റ്റ് ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അതൊരിക്കലും സംഭവിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ബിസിനസ്. ഈ ബിസിനസ്സിൽ ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു പർപ്പസ്ഫുൾ റീസൺ നിങ്ങൾ കണ്ടെത്തണം. അത് പല പല ആവശ്യങ്ങളായിരിക്കും. എനിക്കുള്ളൊരു ആവശ്യമായിരിക്കില്ല നിങ്ങൾക്ക് ഉണ്ടാവുക. അതെല്ലാവർക്കും അതിന്റെ റീസൺസ് വ്യത്യാസമായിരിക്കും. സോ അത് നമ്മൾ കണ്ടെത്തിയേ പറ്റുള്ളൂ. ദെൻ എന്താണ് കോയിൻ ഫോർജ്, എന്താണ് ഈ ബിസിനസ്? നിങ്ങളുടെ അടുത്ത് ബിസിനസ് പറഞ്ഞ വ്യക്തി എന്താണ് കോയിൻ ഫോർജ് എന്ന് ചിലപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ടാവാം, ചിലപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇനി പറഞ്ഞു തരാൻ ഇരിക്കുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്താണ് കോയിൻ ഫോർജ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മനസ്സിലാവാം. സോ ഈ 3 ചോദ്യം നിങ്ങൾക്ക് പർപ്പസ്ഫുൾ ആയിട്ടുള്ള റീസൺ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ചോദ്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, ഈ ബിസിനസ് ആണ് നിങ്ങൾക്കുള്ളത്. ഈ ബിസിനസ് ആണ് നിങ്ങളുടെ ലൈഫിൽ എന്ത് ചെയ്യുന്നത്, നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഈ ബിസിനസ് ആണ് നാളുകളിൽ നിങ്ങൾ ഒരുപാട് ആളുകൾ അടുത്തേക്ക് നിങ്ങളുടെ ആവശ്യമായിട്ട് പറയാൻ വേണ്ടി പോകും. ഈ ബിസിനസ് ആണ് നാളെ നിങ്ങളുടെ ഒരുപാട് ആളുകളെ ലൈഫിൽ രക്ഷപ്പെടുത്താൻ പോകുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അവരുടെ ലൈഫിലേക്ക് കൊടുക്കാൻ പോകുന്നത്. നിലവിൽ ഞാൻ അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാമോ? നിങ്ങളിപ്പോ നിലവിൽ കോയിൻ ഫോർജിലേക്ക് വരുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ഒരു ദിവസത്തിലെ ഏറ്റവും കൂടുതൽ സമയവും നിങ്ങൾ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു ജോലിക്കാണോ ഒരു ബിസിനസ്സിലാണോ? ജോബാണോ ബിസിനസ്സാണോ? നിങ്ങൾ മാസം ശമ്പളം മേടിക്കുന്നത് എന്തും അത് ജോലിയാണ്. നിങ്ങളൊരു മാസം ഏറ്റവും കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ കൂടെ കിട്ടുന്ന ലാഭം എന്താണോ അതാണ് ബിസിനസ്. അപ്പൊ നിലവിൽ നിങ്ങൾ നിങ്ങൾ കോയിൻ ഫോർജ് ചെയ്യുന്ന വ്യക്തിയാവാം, ചിലപ്പോൾ ചെയ്യുന്നതിന് മുന്നേ എന്തും ആയിക്കോട്ടെ. പക്ഷെ ഇപ്പോ നിലവിൽ ഒരു 24 മണിക്കൂർ എന്ന് പറയുന്ന ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത്, വരുമാനത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്, അത് ജോലിയാണോ അതോ ബിസിനസ് ആണോ? എന്താണ് നിങ്ങളുടെ മാസ വരുമാനം? നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന മേഖല, ജോലിയുമായിട്ട് ബിസിനസ്സുമായിട്ട് നിങ്ങളുടെ കർമ്മ മേഖല എന്താണോ അതിലൂടെ നിങ്ങൾക്ക് ഒരു 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള സമയ കാലയളവിൽ നിങ്ങൾക്ക് കിട്ടുന്ന വേതനം, അത് മന്ത്ലി വരുമാനം നിങ്ങളുടെ എത്രയാണ്? ആ മന്ത്ലി വരുമാനം എത്രയാണെന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചെലവ് എത്രയാണ്, മന്ത്ലി എക്സ്പെൻസ് എത്രയാണ്? 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ നിങ്ങൾക്ക് ജീവിച്ചു പോകണമെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ എക്സ്പെൻസ് കവർ ചെയ്യണം? അത് ചിലപ്പോൾ നിങ്ങളുടെ വീടിന്റെ റെന്റ് ആവാം, നിങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനത്തിന്റെ പെട്രോൾ എക്സ്പെൻസ് ആവാം, നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ലാവാം, നിങ്ങളുടെ ഇന്റർനെറ്റ് ബില്ലാവാം, നിങ്ങളുടെ ഗ്യാസിന്റെ എക്സ്പെൻസ് ആവാം, നിങ്ങളുടെ ഒരു വീട്ടിലേക്കുള്ള ഒരു മാസത്തെ എക്സ്പെൻസ് എത്രയാണ് അത്രയാവാം, നിങ്ങളുടെ സ്കൂൾ ഫീസ്, കുട്ടികളുടെ സ്കൂൾ ഫീസ് എത്രയാണോ അത് നിങ്ങളുടെ എക്സ്പെൻസ് ആണ്. അതായത് ഒരു മാസം നിങ്ങളുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോകേണ്ട എമൗണ്ട് എത്രയാണ്? ഗോൾഡ് പണയം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഒരു മാസം കവർ ചെയ്യേണ്ടത് നിങ്ങളുടെ എക്സ്പെൻസ് ആണ്. അങ്ങനെയുള്ള നിങ്ങളുടെ ഒരു മാസത്തെ ചെലവ് എത്രയാണ്? ഓക്കെ, ഇനി അടുത്തത് നിങ്ങളുടെ ലയബിലിറ്റി എത്രയാണ്? ഈ ചോദ്യത്തിന് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടാൻ പോകുന്ന, ഏറ്റവും കൂടുതൽ ഡിഫറെന്റ് ആയിട്ടുള്ള കാറ്റഗറി ഓഫ് ആൻസേഴ്സ് വരാൻ പോകുന്ന ഒരു ചോദ്യം ഇതാണ്. ടോട്ടൽ ലയബിലിറ്റി എത്രയാണ്? നിങ്ങളുടെ സാമ്പത്തിക ബാധ്യതകൾ എത്രയാണ് മൊത്തം? അത് നിങ്ങളുടെ വീട് വെച്ചതുപോലെ ലോൺ എടുത്തതാവാം, നിങ്ങളുടെ വാഹനത്തിന് ലോൺ എടുത്തതാവാം, നിങ്ങൾ പല പല വ്യക്തികളിൽ നിന്ന് ഡയറക്റ്റ് കടം മേടിച്ചതാവാം, അതല്ലെങ്കിൽ സ്വർണം പണയം വെച്ചത് തിരിച്ചടക്കേണ്ടതാവാം. അങ്ങനെയുള്ള നിങ്ങളുടെ പല തരത്തിലുള്ള സാമ്പത്തികപരമായിട്ടുള്ള നിങ്ങളുടെ മൊത്തം ബാധ്യതകൾ, അതായത് ഇതുവരെ നിങ്ങളുടെ ഉറക്കം കളഞ്ഞത് എന്താണോ, നിങ്ങൾ ഏറ്റവും കൂടുതൽ വേവലാതിപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ടാണോ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എന്തിനു വേണ്ടിയിട്ടാണോ, ആ ബാധ്യതകൾ തീർക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആ ബാധ്യതകൾ മൊത്തം എത്രയാണ്? ഇനി മാസം നിങ്ങളുടെ വരുമാനം എത്രയാണ്, അതിൽ നിന്ന് ചെലവ് എത്ര നിങ്ങൾ മാറ്റിവെക്കണം. ഇങ്ങനെ മാസം വരവിൽ നിന്ന് നിങ്ങളുടെ ചെലവ് മാറ്റിവെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു മാസം ജോലി ചെയ്ത് നിങ്ങൾക്ക് കുടുംബത്തിനും വേണ്ടി മാറ്റിവെക്കാൻ പറ്റുന്ന സേവിങ്സ് എത്രയാണ്? ഉദാഹരണത്തിന് നിങ്ങളൊരു 50,000 രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കൊരു 30,000 രൂപ ഒരു മാസം ഈ പറഞ്ഞ കാറ്റഗറി ഓഫ് എക്സ്പെൻസുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ 50,000-ൽ നിന്ന് നിങ്ങൾക്കൊരു 30,000 രൂപ നിങ്ങളുടെ മൊത്തം ചെലവുകൾ ഒരു മാസം മാറ്റിവെച്ചാൽ ബാക്കി വരുന്നത് എത്രയാണോ അതാണ് നിങ്ങളുടെ ജോലി ചെയ്തതിലുള്ള നിങ്ങളുടെ നീക്കിയിരിപ്പ് എന്ന് പറയുന്നത്. അതെത്രയാണ്? മനസ്സിലായില്ലേ? നിങ്ങളുടെ വരവും അതിൽ നിന്ന് ചെലവും കഴിഞ്ഞാൽ എത്ര രൂപ നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റും? അങ്ങനെ മാറ്റിവെക്കാൻ പറ്റുന്ന ആളുകൾ ഈ സൂമിലുണ്ട്. രാജേട്ടാ ഒന്ന് ചാറ്റ് ബോക്സ് ഓപ്പൺ ആക്കി വെച്ചേ. ഞാൻ ഇതിനു മുന്നേ ജോലി ചെയ്തിരുന്ന ഒരാളാണ്, ദുബായിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. ആ നിലക്ക് ഞാൻ പറയുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് കിട്ടിയിരുന്ന വരുമാനവും എൻ്റെ ചെലവും കഴിച്ച് മാറ്റിവെക്കാൻ പറ്റുന്ന എമൗണ്ട് ഇത്രയായിരിക്കും എന്ന് സ്വപ്നം കണ്ടിട്ട് പോയ ഒരു വ്യക്തി എന്ന നിലക്ക് ഞാൻ, പക്ഷെ അത് മാറ്റിവെച്ചതായിട്ടുള്ള ഒരു സംഭവങ്ങൾ എൻ്റെ ഓർമ്മയിലില്ല. എന്ന് പറയുന്നത് പോലെ ചിലപ്പോൾ ആളുകൾക്ക് വരവിനേക്കാൾ കൂടുതൽ ചെലവുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റുന്ന ഒരു കാര്യം ആ ശമ്പളത്തിൽ നിന്ന് അവർക്ക് കിട്ടില്ല.
ഒന്ന് എല്ലാവർക്കും ഒന്ന് ചാറ്റ് ബോക്സ് ഓപ്പൺ ആക്കി കൊടുക്കുക രാജേട്ടാ. നിങ്ങൾക്ക് നിലവിൽ കിട്ടുന്ന നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന്, ഞാൻ കോയിൻ ഫോർജ് എന്ന് പറയുന്നില്ല, നിങ്ങളുടെ ജോലിയോ നിങ്ങളുടെ ബിസിനസ്സോ എന്തോ ആയിക്കോട്ടെ, അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് നിങ്ങളുടെ ചെലവുകൾ മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ബാലൻസ് വെക്കാൻ പറ്റുന്ന എമൗണ്ട് നിങ്ങൾക്ക് ഉണ്ടോ? അങ്ങനെ ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ യെസ് എന്നും, ഇല്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നോ എന്നൊന്ന് ടൈപ്പ് ചെയ്ത്. നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് നിങ്ങളുടെ ചെലവിനെ മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പൈസ നിങ്ങൾക്ക് മാറ്റിവെക്കാൻ എല്ലാ മാസവും കിട്ടുന്ന ആളുകൾ യെസ് എന്നും, അങ്ങനെ മാറ്റിവെക്കാൻ പറ്റാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ അത് നോ എന്നും ടൈപ്പ് ചെയ്യാൻ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് പറ്റണം. ആരും ടൈപ്പ് ചെയ്യുന്നുണ്ട്? ആരെങ്കിലും രാജേട്ടാ? ആയിക്കോട്ടെ. കേൾക്കുന്ന ആളുകൾ ടൈപ്പ് ചെയ്താൽ അത്രയും നല്ലത്. കാരണം എന്റെ അറിവ് ശരിയാണെങ്കിൽ ഭൂരിഭാഗം ആളുകൾക്കും ചാറ്റ് ബോക്സ് ഓപ്പൺ അല്ല എന്നുള്ളൊരു മെസ്സേജ് വരുന്നുണ്ട്. രാജേട്ടാ ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കണം. ഭൂരിഭാഗം ആളുകൾക്കും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പ്രകാരം വരവിനേക്കാൾ കൂടുതൽ ചെലവുള്ള ആളുകളാണ്. അത് പക്ഷെ ഒരിക്കൽ പോലും അവരൊരു ബുക്കും പെന്നും എടുത്തിട്ട് എന്റെ വരവും എന്റെ ചെലവും എഴുതി വെക്കാൻ പറ്റാത്തത് കൊണ്ടും അങ്ങനെ ഒരു ശ്രമം നടത്താത്തത് കൊണ്ടും അവരെ വരവിനേക്കാൾ വലുതാണ് ചെലവെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമ്മളെ വരവിനേക്കാൾ കൂടുതലാണ് നമ്മുടെ ചെലവെങ്കിൽ നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്ന ഒരു എമൗണ്ടിന് പകരം നമുക്ക് ഓരോ മാസവും നമ്മുടെ സാമ്പത്തിക ബാധ്യതകളുടെ കൂട്ടത്തിലേക്ക് ഒരു എമൗണ്ട് കൂടെ കൂടുകയാണ്. ഉദാഹരണത്തിന് 20,000 രൂപ വരുമാനമുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് 25,000 രൂപ ചെലവുണ്ടെങ്കിൽ ആ 5,000 രൂപ അവർക്ക് കടമായിട്ട് എന്ത് ചെയ്യണത്? എല്ലാ മാസവും മാറി മാറി വരികയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് അവർക്ക് 50,000 രൂപക്ക് മുകളിൽ 75,000 രൂപന്റെ അടുത്തായിട്ട് ബാധ്യതകൾ കൂടുകയും ചെയ്യാം. അപ്പൊ നിർബന്ധമായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മളുടെ വരുമാനം എത്രയാണ്, അതിൽ നിന്ന് നമുക്കൊരു മാസ ചെലവ് എത്രയുണ്ട്, അത് കഴിഞ്ഞ് നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് കൊണ്ട് ഒരു വർഷം നമ്മുടെ ആ ഒരു കൊല്ലം നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമുക്ക് നടത്താൻ പറ്റുന്നില്ലെങ്കിൽ ആ മേഖലയിൽ നിന്ന് എത്രയും പെട്ടെന്ന് മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ആൻസർ. അല്ലെങ്കിൽ ആ മേഖലയിൽ ഇനി ഞാൻ സമയം കളഞ്ഞു കഴിഞ്ഞാൽ എന്റെ വരുമാനവും എന്റെ ഏറ്റവും കൂടുതൽ ഞാൻ സ്പെൻഡ് ചെയ്യുന്ന എന്റെ സമയവും വേസ്റ്റ് ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സോ ഇനി മുതൽ നിങ്ങളെ കയ്യിലേക്ക് വന്നിട്ടുള്ള ഈ ഒരു ഓപ്പർച്യൂണിറ്റി കോയിൻ ഫോർജ് ആണെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി നിങ്ങൾക്ക് ഒരു മാസം കിട്ടുന്ന വരുമാനവും അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മാസമുള്ള ചെലവ് മാറ്റിവെച്ച് നിങ്ങളുടെ ഓരോ ആഗ്രഹങ്ങളും ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റുന്നുണ്ട് എന്ന് ഉറപ്പാക്കി മുന്നോട്ട് പോകുന്ന ആളുകളായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റട്ടെ. നിങ്ങളുടെ വരുമാനം നിങ്ങളുടെ കടബാധ്യതകൾക്ക് പരിഹാരമാണ്. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ വേറൊരു പാരലൽ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ ഇൻകം, നിങ്ങൾക്ക് ഒരു മാസം കിട്ടുന്ന വരുമാനം, നിങ്ങളുടെ മൊത്തം ബാധ്യതകൾ എത്രയെന്ന് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ കണക്കൂട്ടി നോക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഏകദേശം എമൗണ്ട് നിങ്ങൾക്ക് അറിയാം. അങ്ങനെയുള്ള നിങ്ങളുടെ ബാധ്യതകൾ തീർക്കാൻ നിങ്ങൾ ഇപ്പം നേടിക്കൊണ്ടിരിക്കുന്ന വരുമാനം അതിനൊരു സൊല്യൂഷനാണ്. വലിയൊരു ചോദ്യമാണ്. നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഹാപ്പിയാണോ? ആർ യു ആൻഡ് യുവർ ഫാമിലി ഇസ് ഹാപ്പി? നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളുടെ കുടുംബം സെക്യൂർഡ് ആണോ? അതായത് നിങ്ങളില്ലാത്തൊരു സമയം വരുമ്പോൾ നിങ്ങളുടെ ഫാമിലി ഫിനാൻഷ്യലി സേഫ് ആണോ? അവർ സെക്യൂർഡ് ആണോ? ഈ 3 ചോദ്യവും നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, വലിയൊരു അനുഗ്രഹം ദൈവം നമുക്ക് നമ്മുടെ ജനനത്തിലൂടെ തന്നു. വലിയൊരു ജീവിതം, ഒരുപാട് കാര്യങ്ങൾ എന്താ പറയാ, വലിയൊരു അനുഗ്രഹമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് കിട്ടി. ആ ജനനത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മരണത്തിലേക്ക് പോകുമ്പോൾ നമ്മളൊരു വിഡ്ഢികളുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോകുന്ന ഒരാളുകളായിട്ട് മാറരുത്. അതായത് നല്ലൊരു ജീവിതം നമ്മുടെ കയ്യിലേക്ക് കിട്ടി, ആ ജീവിതത്തിലൂടെ നമ്മൾ ഹാപ്പി അല്ല, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയെ നമുക്ക് ഹാപ്പിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, നമ്മളില്ലാത്തൊരു സിറ്റുവേഷനിൽ നമ്മുടെ ഫാമിലി ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളില്ലാത്തൊരു കാലം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം സമ്പത്തിന് വേണ്ടിയിട്ട്, പൈസക്ക് വേണ്ടിയിട്ടും മറ്റുള്ള ആളുകളുടെ മുന്നിൽ കൈ നീട്ടേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ കുടുംബത്തിന് വേണ്ടി ചെയ്തതും നമ്മൾ ആ കുടുംബത്തിന് വേണ്ടി ജീവിച്ചതിലും എന്തർത്ഥമുള്ളത്? നമ്മളുടെ മൊത്തം ബാധ്യതകൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലൂടെ അല്ലെങ്കിൽ ബിസിനസ്സിലൂടെ കിട്ടുന്ന വരുമാനത്തിലൂടെ നമുക്ക് നമ്മുടെ ബാധ്യതകൾ തീർക്കാൻ പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യണം? അതിൽ തന്നെ സ്റ്റിക്കോണാകണം. അതല്ലെങ്കിൽ നിങ്ങൾ അടുത്തൊരു മേഖല നിങ്ങൾ കണ്ടെത്തിയേ പറ്റുള്ളൂ. അത് നിങ്ങളെ കോയിൻ ഫോർജ് എന്ന് പറയുന്ന ഒരു ബിസിനസിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചു മനസ്സിലാക്കി അത് ചെയ്താൽ വരുന്ന ഒരു വർഷം കൊണ്ട് നിങ്ങളുടെ ബാധ്യതകൾ തീർക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് പ്രതിസന്ധി വന്നാലും ആര് നിങ്ങളെ നെഗറ്റീവ് ആക്കിയാലും ഈ ബിസിനസ്സിനെ നെഞ്ചോട് ചേർത്ത് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചാൽ ഒരു വർഷം നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? സമയം നിങ്ങൾ ഈ ബിസിനസ്സിലൂടെ നിങ്ങളുടെ കടബാധ്യതകൾ തീർക്കാൻ നിങ്ങൾ ടൈം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അതിന്റെ പകുതി സമയം
മതിയാകും. ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ട പോലെ ഈ ബിസിനസ് നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്താൽ നിങ്ങളുടെ ഓരോ ബാധ്യതകളും തീർത്തു വരുന്നത് നിങ്ങൾ പോലും അറിയാതെ സംഭവിക്കുന്ന ഒരു മിറാക്കിളായിട്ട് അത് മാറും. അതിലൂടെ നിങ്ങളും നിങ്ങളുടെ കുടുംബവും വെരി ഹാപ്പി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ജീവിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, ബാധ്യതകളില്ലാത്തൊരു ലൈഫ് നിങ്ങൾക്ക് എത്തിക്കഴിഞ്ഞാൽ, നാളെ നിങ്ങളില്ലാത്തൊരു സമയം വരുമ്പോഴും നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ കുടുംബം പൈസക്ക് വേണ്ടിയിട്ട് ഒരാളുടെ മുന്നിൽ പോയിട്ടും കൈ നീട്ടേണ്ട ഒരു സിറ്റുവേഷൻ ഒരിക്കലും സംഭവിക്കില്ല. കാരണം നിങ്ങൾ ഉണ്ടാക്കി വെച്ച അസറ്റുകൾ നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങളുടെ മക്കൾക്ക് ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ കിട്ടാനുള്ള ഒരു അസറ്റ് ആണെങ്കിൽ, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എത്ര മാക്സിമം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അസറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, നാളെ നിങ്ങളില്ലെങ്കിലും നിങ്ങളുടെ കുടുംബം മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ട ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ കുടുംബത്തിന് ഉണ്ടാവില്ല. ഞാൻ ഇപ്പോഴും പറയുന്നത്, ഞാൻ ഇല്ലാത്തൊരു കാലം വന്നു കഴിഞ്ഞാലും എൻ്റെ കുടുംബം ഒരാളുടെ മുന്നിൽ പോയിട്ടും കൈ നീട്ടേണ്ട ഒരു സിറ്റുവേഷൻ ഞാനായിട്ട് ഉണ്ടാക്കി വെക്കില്ല. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു വെരി പർപ്പസ്ഫുൾ ആയിട്ടുള്ള റീസൺ എൻ്റെ കയ്യിലുണ്ട്. സോ നിങ്ങളുടെ വരുമാനം നിങ്ങളുടെ ബാധ്യതകൾക്ക് പരിഹാരമാണോ, യെസ് ഓർ നോ? അല്ലെങ്കിൽ നിങ്ങൾ ഈ കോയിൻ ഫോർജ് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയത്ത് കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ പറയുന്നില്ല. പക്ഷെ അതിൽ കുറച്ച് സമയം നിങ്ങൾ ഈ ബിസിനസ്സിന് വേണ്ടി മാറ്റിവെച്ച് ഒരു ഫുൾ ടൈമറെ പോലെ ഉള്ള സമയം നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാം. അതിലൂടെ നിങ്ങളും നിങ്ങളുടെ കുടുംബം ഹാപ്പി അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഹാപ്പി ആക്കേണ്ട റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് മാത്രമാണ് എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ പ്രസൻസ് ഇല്ലാത്തൊരു സമയത്ത്, നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളുടെ കുടുംബം സുരക്ഷിതമല്ലെങ്കിൽ, നിങ്ങൾക്ക് നാളെ എന്ന് പറയുന്ന ഒരു സമയം ഉണ്ടോ ഇല്ലേ എന്നുള്ളൊരു ഗ്യാരണ്ടി പോലും ഇല്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്കാരാണ് മനുഷ്യന്മാരെന്ന് പറയുന്നത്. സോ നാളെ ഉണ്ട്, മറ്റന്നാളുണ്ട്, അടുത്ത മാസം നമുക്കുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ജീവിക്കാതെ, നാളെ എന്ന് പറയുന്ന ഒരു ദിവസമില്ല, ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്ത്, ഇന്ന് നേടേണ്ട കാര്യങ്ങൾ ഇന്ന് നേടി, ഇന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ ഇന്ന് ഫുൾഫിൽ ചെയ്ത്, നമ്മളെ ഫാമിലിയുടെ ഓരോ ഡ്രീമും ഫുൾഫിൽ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളായിട്ട് എന്ത് ചെയ്യണം, എനിക്കും നിങ്ങൾക്കും മാറാൻ പറ്റണം. അതും പറ്റിയേ മതിയാവൂ. അതിന്റെ അപ്പുറത്തേക്ക് ഒരു കോംപ്രമൈസിനും ഞാനും നിങ്ങളും എന്ത് ചെയ്യരുത്, റെഡി ആവരുത്. ജീവിതത്തിൽ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട് ഞാനും നിങ്ങളും വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടോ, പക്ഷെ നമ്മുടെ ഫാമിലിയുടെ ഹാപ്പിനെസിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞാനും നിങ്ങളും നിൽക്കരുത്. അത് നിന്ന് കഴിഞ്ഞാൽ നാളെ അത് നമുക്ക് വലിയ റിഗ്രറ്റ് ചെയ്യും. അത് റിഗ്രറ്റ് ചിലപ്പോൾ ഫീൽ ചെയ്യാൻ ചിലപ്പോൾ നമ്മൾ ഉണ്ടായിരിക്കണം എന്നുമില്ല. ഇനി ഇതിൽ ഒരുപാട് സഹോദരിമാരുണ്ട്. നിങ്ങളുടെ ഭർത്താക്കന്മാര് നിങ്ങളുടെ ഫാമിലിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ട് എത്ര വർഷമായിട്ട് പുറം രാജ്യങ്ങളിലും അല്ലെങ്കിൽ എവിടെയാണോ അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരൊരു ദിവസത്തെ ഏറ്റവും കൂടുതൽ സമയം അവർ എന്ത് ജോലിക്ക് വേണ്ടിയിട്ടാണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ കിട്ടുന്ന വരുമാനം കൊണ്ട് ഇന്ന് നിങ്ങളുടെ ഫാമിലി ഹാപ്പിയാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഹാപ്പിയാണോ? അങ്ങനെയുള്ള ഒരു ഫാമിലിയാണ് നിങ്ങളെങ്കിൽ അവരുടെ കൂടെ അവർ മേടിക്കുന്ന വരുമാനത്തിന്റെ അത്രയെങ്കിലും ഈ കോയിൻ ഫോർജിലൂടെ നിങ്ങളും വരുമാനം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ഫാമിലി പതിയെ പതിയെ ഹാപ്പിനെസ്സിലേക്ക് തിരിച്ചു വരില്ലേ? അല്ലെങ്കിൽ പതിയെ പതിയെ ആ ഹാപ്പിനെസ്സിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയില്ലേ? സോ ഈ 3 ചോദ്യം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഈ ചോദ്യത്തിനുള്ള ഉത്തരം യെസ് എന്ന്, 3 ചോദ്യത്തിന് ഉത്തരം നമുക്ക് എന്ന് കിട്ടുന്നോ അന്ന് നമ്മുടെ കുടുംബമായിരിക്കും നമ്മുടെ പഞ്ചായത്തിൽ, നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ, നമ്മുടെ മഹലിൽ ഏറ്റവും നല്ല സന്തോഷത്തോടെ ജീവിക്കുന്ന ഫാമിലി നമ്മുടെ ഫാമിലി ആയിരിക്കും, ഒരു സംശയമില്ല. ഈ 3 ചോദ്യങ്ങൾക്കും യെസ് എന്ന് പറയുന്ന ഒരു ഉത്തരം എന്ന് കിട്ടുന്നോ അന്നായിരിക്കും നമ്മുടെ സർക്കിളിൽ, സൊസൈറ്റിയിൽ ഏറ്റവും നല്ല ഫാമിലി ആയിട്ട് നമ്മളത് മാറാൻ വേണ്ടി പോകുന്നത്. നമ്മളെപ്പോലെ ചൂണ്ടിക്കാണിച്ച് നമ്മളെപ്പോലെ ജീവിക്കണം എന്ന് പറയുന്ന ഒരുപാട് നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് ഫാമിലീസ് നമ്മളെ ചൂണ്ടിക്കാണിച്ച് നമ്മളെപ്പോലെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾ ഉണ്ടാകുന്ന ദിവസം അന്നായിരിക്കും. ഈ 3 ചോദ്യത്തിനും യെസ് എന്നുള്ളൊരു ഉത്തരം എല്ലാവർക്കും എത്രയും പെട്ടെന്ന് കിട്ടിയിട്ടില്ല. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് നമ്മുടെ സ്വപ്നങ്ങൾ? അല്ലെ, എല്ലാവർക്കും പല പല സ്വപ്നങ്ങൾ ഉണ്ടാവും. അതിലൊരു സ്വപ്നം എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള, നമ്മുടെ മനസ്സിലുള്ള ഒരു ചിത്രം ഒരു എഞ്ചിനീയറും വരച്ചു തരാത്ത, ലോകത്തുള്ള ഒരു എഞ്ചിനീയർക്കും വരക്കാൻ പറ്റാത്ത, നമ്മുടെ ഉള്ളിലുള്ള നമ്മളെന്ന് പറയുന്ന ഏറ്റവും വലിയൊരു എഞ്ചിനീയർ വരച്ചു വെച്ചൊരു വീട് നമ്മുടെ മനസ്സിലുണ്ട്. അല്ലേ? അത് ചെറുതാകാം, അത് വലുതാകാം, അത് എന്താ പറയാ, പല നിറത്തിലാകാം, പല വ്യൂവിലായിരിക്കാം, എന്തോ ആവാം. പക്ഷെ അത് നമ്മളുള്ളിലുള്ള ആ ഒരു ചിത്രം ഒരിക്കലും ഒരു എഞ്ചിനീയറിന് എന്ത് ചെയ്യാൻ പറ്റില്ല, കംപ്ലീറ്റ്ലി അതുപോലെ കോപ്പി ചെയ്യാൻ പറ്റില്ല. അതിന് ഒരേ ഒരു ഓഥറേ ഉള്ളൂ, അതിന് ഒരേ ഒരു പ്ലാനറേ ഉള്ളത് നമ്മൾ മാത്രമാണ്. അങ്ങനെ നമ്മൾ മാത്രം സ്വപ്നം കണ്ട നമ്മളുള്ളിൽ നമ്മൾ അറിയാതെ പോലും ഡിസൈൻ ചെയ്ത് വെച്ചൊരു വീട് എല്ലാവർക്കും ഉണ്ടാവും. അതുപോലെ തന്നെ പലതരത്തിലുള്ള കാറുകൾ സ്വപ്നം കണ്ടിട്ടിരിക്കുന്ന പല ആളുകളുണ്ട്. അല്ലെ? നമ്മൾ എന്താ പറയാ, പല ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം, ഒരു മാസം പല സോഴ്സ് ഓഫ് ഇൻകം കിട്ടിയിട്ട് അതിലൂടെ ഓരോ മാസവും നമ്മളെ നല്ല രീതിയിലുള്ള സേവിങ്സുകൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാളായിട്ട് മാറാൻ പറ്റണം. നമ്മളിപ്പോൾ താമസിക്കുന്ന വീടിന് പുറമെ പല സ്ഥലങ്ങളിൽ, ഇപ്പൊ നമ്മൾ സ്വപ്നം കണ്ടിട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന പല സ്ഥലങ്ങളിലും നമുക്ക് എന്താ പറയാ, വീടുകളായിട്ടും വില്ലകളായിട്ടും സ്ഥലങ്ങളായിട്ടും ഒക്കെ അസറ്റുകളായിട്ട് സ്വപ്നം കാണുന്ന ആളുകളാണ്. ഇതൊക്കെ നേടിക്കഴിഞ്ഞാൽ നമ്മളെ അടുത്ത് ഒരാൾ വന്ന് നമ്മളെ ചുവട്ടിൽ, നമ്മളെ കാതിൽ ഒരു ബുദ്ധിമുട്ട് അറിഞ്ഞാൽ
നമ്മളെ കണ്ണിൽ ഒരു ബുദ്ധിമുട്ട് കണ്ടാൽ, നമ്മളെ മനസ്സിൽ ഒരുപാട് വേദനയോടെ ഒരു ബുദ്ധിമുട്ട് അറിഞ്ഞാൽ അതിന് വലത് കൈ കൊണ്ട് ചെയ്യുന്നത് ഇടത് കൈ അറിയാതെ, നമ്മൾ ചെയ്യുന്നത് മറ്റാരും അറിയാതെ ആ കുടുംബത്തിന് ഒരു താങ്ങും തണലും, ആ വ്യക്തിക്ക് ഒരു താങ്ങും തണലുമായിട്ട് മാറുന്ന ചാരിറ്റികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, സ്വപ്നം കാണുന്ന ആളുകളാണ് നമ്മളെല്ലാവരും, അല്ലെ? പിന്നെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട്, അല്ലെ? നമ്മൾ മരിച്ചു പോകുന്നതിന് മുന്നേ നമ്മളെ കുടുംബത്തിന് വേണ്ട ഓരോ കാര്യങ്ങളും ചെയ്തു വെക്കുക എന്നുള്ളത് നമ്മുടെ സ്വപ്നമാണ്. സോ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളെ സ്വപ്നമാണ്. ഇതിന്റെ അപ്പുറത്തേക്കും നമ്മളെ സ്വപ്നങ്ങൾ ഉണ്ടാവാം. ഇത് ശരാശരി ഓരോ മനുഷ്യനും ജനിച്ചു കഴിഞ്ഞാൽ ഉത്തരവാദിത്ത ബോധം എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്ന ആ ഒരു സമയം മുതൽ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുമുള്ള ഒരു സ്വപ്നം, അല്ലെങ്കിൽ ആവശ്യങ്ങൾ, അല്ലെങ്കിൽ അത്യാവശ്യങ്ങളായിട്ടൊക്കെയുള്ള ഇതാണ് ഞാൻ ഈ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ നമ്മുടെ, ഇതിലുപരി ഇതൊക്കെ നമ്മുടെ സ്വപ്നങ്ങളുമാണ്, അല്ലെ? നിലവിൽ ആ ഒരു വീട്ടിലേക്ക്, ആ ഒരു വീട്, സ്വപ്നം കണ്ട വീട്ടിൽ താമസം തുടങ്ങി എത്ര പേരുണ്ട് ഇതിൽ എനിക്കറിയില്ല. ആ സ്വപ്നം കണ്ട ഒരു കാറിൽ യാത്ര ചെയ്യുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. ആ സ്വപ്നം കണ്ട ഒരു സേവിങ്സ് ആയിട്ട് മുന്നോട്ട് പോകുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. ആ സ്വപ്നം കണ്ട അസറ്റുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ എത്രയുണ്ടെന്ന് എനിക്കറിയില്ല. ആ സ്വപ്നം കണ്ട റെസ്പോൺസിബിലിറ്റീസ്, ചാരിറ്റികൾ എല്ലാം ചെയ്യുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതൊക്കെ നേടി, ഇതൊക്കെ മുന്നോട്ട് പോയി, ഇതൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഓരോ ആളുകളായിട്ടും സർവശക്തൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിച്ച് മാറ്റിത്തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇതിനൊക്കെയുള്ള ഒരു സൊല്യൂഷൻ എന്താണോ എനിക്കറിയില്ല. പക്ഷെ എൻ്റെ മുന്നിൽ ഈ 2020 ഈ ബിസിനസ് എൻ്റെ കയ്യിലേക്ക് കിട്ടുന്ന സമയത്ത് ഒരു വീട് ഇല്ലാതെ വാടക വീടിൽ വാടക വീട്ടിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് എനിക്ക് ബിസിനസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ 40 ലക്ഷത്തിലധികം വരുന്ന ഒരു ബാധ്യതകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ കയ്യിൽ ഈ ബിസിനസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 2020 ഞാൻ ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യാൻ ആരംഭിച്ച സമയത്ത് എൻ്റെ ഉള്ളിലുള്ള ഒരേ ഒരു സ്വപ്നം എൻ്റെ വീടായിരുന്നു. എൻ്റെ ഒരേ ഒരു സ്വപ്നം എൻ്റെ ബാധ്യതകളുടെ തീർക്കലായിരുന്നു. ഒരേ ഒരു സ്വപ്നം എൻ്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതായിരുന്നു. ഒരേ ഒരു സ്വപ്നം, ഒരു സ്വന്തം വീട്ടിൽ നിന്ന്, എന്താ പറയാ, ഒരു ദിവസം എൻ്റെ മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ എനിക്ക് ഫാദർ ഇല്ല, ഫാദർ മുന്നേ മരിച്ചുപോയി. പക്ഷെ എൻ്റെ മാതാവ് ഒരു സ്വന്തമായിട്ടുള്ള ഒരു വീട്ടിൽ നിന്ന് മരണപ്പെട്ടു പോകുന്ന ഒരു ദിവസം, അതിനപ്പുറത്തേക്ക് എനിക്ക് ഒന്നും ചിന്തിക്കാൻ പറ്റിയിരുന്നില്ല. ഇതായിരുന്നു എൻ്റെ പർപ്പസ്ഫുൾ റീസൺസിലെ ബെറ്റർ റീസൺസ്. അത് അൽഹംദുലില്ലാ ഈ ബിസിനസ്സിൽ വന്ന് 2020 ഈ ബിസിനസ് ഞാൻ ഏറ്റെടുത്ത് 2024 എന്ന് പറയുന്ന ഒരു വർഷം എത്തിയപ്പോൾ അത് സ്വന്തമായിട്ടൊരു വീട്ടിലേക്ക് എനിക്ക് താമസം മാറാൻ പറ്റി. 2023 പകുതിയോടുകൂടെ എൻ്റെ എല്ലാ ബാധ്യതകളും, അന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ചാലഞ്ച് ചെയ്തിരുന്ന, അല്ലെങ്കിൽ ചാലഞ്ച് ഫേസ് ചെയ്തിരുന്ന, അന്ന് ഏറ്റവും കൂടുതൽ ഞാൻ ഫേസ് ചെയ്തിരുന്ന, അന്ന് ഏറ്റവും കൂടുതൽ ഞാൻ ബുദ്ധിമുട്ടിയിരുന്ന, ഏറ്റവും കൂടുതൽ എൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയിരുന്ന ആ ബാധ്യതകൾ എനിക്ക് തീർക്കാൻ പറ്റി. ഇന്ന് എൻ്റെ നാട്ടിലെ ഏറ്റവും നമ്പർ 1 സ്കൂളിൽ എൻ്റെ 3 മക്കൾക്കും നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ എനിക്ക് പറ്റി. അതായത് ഒരു 20 വയസ്സ് വരെ ഞാൻ പറയാത്ത ഇംഗ്ലീഷ് ലാംഗ്വേജിലെ പല കാര്യങ്ങളും ഇന്ന് അവർ 7 വയസ്സിലും 9 വയസ്സിലും അവർ സംസാരിച്ച് തുടങ്ങി എന്നുള്ളത് അതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ്. അന്ന് ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 15 വയസ്സും 16 വയസ്സിലും ഞാൻ നേടിയെടുത്തിട്ടുണ്ടായിരുന്ന എൻ്റെ വിദ്യാഭ്യാസത്തിലെ പല കാര്യങ്ങളും അവരിൽ നിന്ന് 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും എത്തുന്ന സമയത്ത് അതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവർക്ക് കടന്നു പോകുന്ന വിദ്യാഭ്യാസം കൊടുക്കാൻ എനിക്ക് പറ്റി എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ Web3 ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസിന്റെ പല കാറ്റഗറി ഓഫ് സെക്ഷൻസിലേക്കും അവർ ഇപ്പൊ തന്നെ കടന്നു എന്നുള്ളത് ഞാൻ കൊടുത്ത വിദ്യാഭ്യാസത്തിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്. സോ ഹിയർ യു ഹാവ് എ സൊല്യൂഷൻ ദാറ്റ് ഈസ് ഓൺലി വൺ ആൻഡ് ഓൺലി CoinForge. ദാറ്റ് ഈസ് എ ക്രിപ്റ്റോ ഏർണിംഗ് പ്ലാറ്റ്ഫോം. ഈ ബിസിനസ് മാത്രമായിരിക്കും നിങ്ങളുടെ സമയത്തിനെ മറ്റൊരാൾക്ക് ബഡ്ജ് ചെയ്യാതെ, നിങ്ങളുടെ സമയത്തിന് നിങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത്, നിങ്ങളുടെ സമയത്തിന് നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച്, നിങ്ങൾ നേടിയെടുക്കേണ്ട വരുമാനം നിങ്ങൾക്ക് മാത്രം തീരുമാനിക്കാൻ പറ്റുന്ന ദ വൺ ആൻഡ് ഓൺലി ലോകത്ത് ഒരു ഓപ്പർച്യൂണിറ്റി, അത് CoinForge നിങ്ങളുടെ കയ്യിൽ കിട്ടി. ആ കിട്ടിയത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾ ഈ മീറ്റിംഗിലേക്ക് നിങ്ങൾ എന്ത് ചെയ്തത്, അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ ഈ മീറ്റിങ്ങിന് വേണ്ടി സമയം മാറ്റി വെച്ചിട്ടുള്ളത് ചിലപ്പോൾ അതിനു വേണ്ടി ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഒരു ബുക്കും ഒരു ഡയറിയും പെന്നും എടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മൊത്തം ബാധ്യതകൾ നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റണം. നിങ്ങളുടെ മാസ വരുമാനം നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റണം. ഒരു മാസത്തെ ചെലവ് നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റണം. നിങ്ങളുടെ മൊത്തം ബാധ്യതകൾ നിങ്ങൾ എഴുതി വെച്ചുകൊണ്ട് നിങ്ങൾ ഒരു മാസം എത്ര രൂപ മാറ്റി വെച്ചാലാണ് ഒരു കൊല്ലം കൊണ്ട് നിങ്ങളുടെ ബാധ്യതകൾ തീർക്കാൻ പറ്റുക, നിങ്ങളുടെ സ്വപ്നങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു കാൽക്കുലേഷൻ ചെയ്ത ഒരാളായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റണം. അതിനുവേണ്ടി നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ് CoinForge എന്നുള്ളതാണ്. CoinForge എന്ന് പറയുന്നത് ഒരു ക്രിപ്റ്റോ ഏർണിംഗ് പ്ലാറ്റ്ഫോമാണ്. ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന Web3 ടെക്നോളജിയിലെ മാറ്റി നിർത്താൻ പറ്റാത്ത, ഇനി ഫ്യൂച്ചറിൽ ഏറ്റവും കൂടുതൽ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു മേഖലയിലാണ് നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത്. സോ USDT എന്ന് പറയുന്ന USDT എന്ന് പറയുന്ന ആ ഒരു ക്രിപ്റ്റോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് USDT റിട്ടേൺസ് നിങ്ങൾക്ക് ആയിട്ട് നിങ്ങളുടെ വരുമാനമായിട്ട് സ്വീകരിക്കാനും, അതിലൂടെ നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റികളിലൂടെ CoinForgeന്റെ ഓൺ ടോക്കൺ നിങ്ങളുടെ കയ്യിലേക്ക് മാക്സിമം എത്തിച്ച് 2008 30 പൈസ ഉണ്ടായിരുന്ന, 2010 100 രൂപ ഉണ്ടായിരുന്ന, 2010 10,000 രൂപക്ക് താഴെ ഉണ്ടായിരുന്ന,
2020 വെറും 4 ലക്ഷം രൂപ ഉണ്ടായിരുന്ന ബിറ്റ് കോയിൻ ഇന്ന് 65 ലക്ഷം രൂപയിലെത്തി നിൽക്കുന്നുണ്ടെങ്കിൽ, 2023 വെറും $0.25, അതായത് ഒരു 25 രൂപ ഉണ്ടായിരുന്ന ഇന്ന് അത് 50 രൂപയോളം എത്തി നിൽക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ വരുന്ന ഒരു സമയത്ത് അത് ആയിരക്കണക്കിന് രൂപയിലേക്ക് മാറി മറിഞ്ഞിട്ടുള്ള, ഇന്ന് വരെ ഇതിന് തൊട്ട് മുന്നേ എംപവർ ഏറ്റെടുത്തിട്ടുള്ള മെറ്റാവെയിൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലൂടെ കിട്ടിയിട്ടുള്ള CS ടോക്കൺ ഇന്നും കയ്യിലുള്ള ആളുകൾക്ക് ഇന്നും അത് വിറ്റ് കാശാക്കാൻ പറ്റുന്ന ഒരു അവസരമുണ്ട്, ഇല്ലേ? അത് 2023 നമ്മൾ ഏറ്റെടുത്തു. ഒരുപാട് ആളുകളുടെ കയ്യിലേക്ക് ആ ടോക്കൺ എത്തിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റി. ആ ടോക്കണിലൂടെ വീട് വെച്ച ആളുകളുണ്ട്, ആ ടോക്കണിലൂടെ വാഹനം മേടിച്ച ആളുകളുണ്ട്, ആ ടോക്കണിലൂടെ 1ഉം 2ഉം സ്ഥലങ്ങൾ മേടിച്ച ആളുകളുണ്ട്. ആ ടോക്കൺ മാക്സിമം എടുത്തുകൊണ്ട് ഒരു വീട് എടുക്കാൻ പറ്റിയെന്നുള്ള അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരാൾ കൂടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. സോ ഇന്ന് കോയിൻ ഫോർജിൽ 30,000, 20,000, 10,000, 5,000 ആയിരക്കണക്കിന് ടോക്കൺസ് ഉള്ള ഒരുപാട് ആളുകളുണ്ട്. ഈ ബിസിനസ്സിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ വരുമാനത്തിനും, ഓരോ പൈസക്കും തത്തുല്യമായിട്ടുള്ള ടോക്കൺ നിങ്ങൾക്ക് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ഒരാളെ റെഫർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കോയിൻ ഫോർജിന്റെ ടോക്കൺ തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു വർഷം, ഈ വരാൻ പോകുന്ന 1 to 2 years നിങ്ങൾ ഈ ബിസിനസ്സുമായിട്ട് സ്റ്റിക്ക് ഓൺ ആയിട്ട് ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ആ തീരുമാനത്തിന് പടച്ച ഒരു പടപ്പിനും നിങ്ങളെ മാറ്റാൻ പറ്റിയിട്ടില്ലെങ്കിൽ, പടച്ച ഒരു പടപ്പിനും നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ തീരുമാനത്തിന് മാറ്റാൻ പറ്റിയിട്ടില്ലെങ്കിൽ, നെഗറ്റീവ് ആക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, 1 to 2 years, 1 വർഷം മുതൽ 2 വർഷം വരെ നിങ്ങൾ ഈ ബിസിനസ് ഏറ്റെടുത്ത് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ, ഓരോ ദിവസവും ഇതിനെക്കുറിച്ച് പഠിപ്പിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, ഈ ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ടോക്കൺസ് നിങ്ങളുടെ ജീവിതത്തിനെ തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾക്ക് അന്ന് തോന്നും. അത് ഇന്ന് ചിലപ്പോൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള മീറ്റിങ്ങിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് തോന്നുക. നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമാണ്. നിങ്ങളുടെ ചുറ്റും നിങ്ങൾ അറിയുന്ന, ഇത്രയും വർഷമായിട്ട് നിങ്ങളെപ്പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, നിങ്ങളെപ്പോലെ ഉറക്കം നഷ്ടപ്പെട്ട ഒരുപാട് കുടുംബക്കാരും, ഒരുപാട് അയൽവാസികളും, ഒരുപാട് സുഹൃത്തുക്കളും, ഒരുപാട് കൂടെ ജോലി ചെയ്തിട്ടുള്ള ആളുകളെ നിങ്ങൾക്കറിയാം. നിങ്ങൾ എത്ര വയസ്സ് വരെ നിങ്ങളിപ്പോൾ ജീവിച്ചോ, ഇത്രയും വയസ്സിന്റെ ഇടയിൽ നിങ്ങളെപ്പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, നിങ്ങളെക്കാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എത്ര പേരുണ്ടോ, അത്രയും ആളുകളുടെ കയ്യിലേക്ക് ഈ ബിസിനസ് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. വെറും 5 പേരുടെ കയ്യിലേക്ക് ഈ ബിസിനസ് നിങ്ങൾ എത്തിച്ചു കൊടുത്ത് അതൊരു $4,140 അവരെ കൊണ്ട് ഫോർജ് റേസിലും ഫോർജ് റിവോൾവിലും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ, എല്ലാ മാസവും 100 മുതൽ 105 വരെയുള്ള ഒരു എമൗണ്ട്, 10,000 രൂപക്ക് മുകളിൽ നിങ്ങൾക്ക് എല്ലാ മാസവും ഒരു റിട്ടേൺസ്, അതല്ലെങ്കിൽ ഒരു സാലറി, അതല്ലെങ്കിൽ ഒരു പെൻഷൻ പോലെ റോയൽറ്റി എന്ന് പറയുന്ന ഒരു റവല്യൂഷനിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്താൻ പറ്റും. അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞ 8 മാസത്തെ റോയൽറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയിലാണ് ഞാനും നിങ്ങൾ ഇരിക്കുന്നത്. ഇന്ന് നമ്മൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരു 5-ാം തീയതിയാണ് ഓഗസ്റ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ, അടുത്തൊരു 5 ദിവസം കൊണ്ട് നിങ്ങൾ ഒരു $7,000 ഒരു ബിസിനസ് ടോട്ടൽ നിങ്ങളുടെ റെഫറലിൽ, അത് വെറും 2 പേരെ നിങ്ങൾ ഒരു റിവോൾവ് മാത്രം ഫുൾ സ്ലോട്ട് അടിപ്പിച്ച് കൊടുത്താൽ പോലും $6,000 മുകളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ടോട്ടൽ ഡയറക്റ്റ് റെഫറൽ വാല്യൂ കൊണ്ടുവരാൻ പറ്റും. അതിൽ നിന്ന് കുറച്ച് അപ്ഗ്രഡേഷനുമായിട്ട് നിങ്ങളൊരു $7,000 ടോട്ടൽ ഡയറക്റ്റ് റെഫറൽ, ന്യൂ റെഫറൽ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് റെഫറലിന്റെ അപ്ഗ്രഡേഷനിലൂടെയോ 7,000 USDT വാല്യൂ ബിസിനസ് നിങ്ങൾ ഈ വരുന്ന 10-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് അടുത്ത മാസം പകുതി 15 to 30 ഉള്ളിലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ദുബായ് എന്ന് പറയുന്ന, എല്ലാവരും ഒരിക്കലെങ്കിലും പോയി ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ദുബായിലേക്ക് കോയിൻ ഫോർജിന്റെ ഒരു കമ്പനി ഈവന്റ് പങ്കെടുക്കാൻ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടും. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസിന്റെ ഡയറക്റ്റ് റെഫറൽ വാല്യൂ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. സോ ദൈവം നമ്മളെ രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കറൻസിയുടെ രൂപത്തിലായിരിക്കില്ല. അതല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് കെട്ടുകണക്കിന് നമ്മുടെ വീടിന്റെ മുന്നിൽ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് വരുന്ന സമയത്ത് നമുക്കൊരു ഗിഫ്റ്റ് പോലെ പടച്ചവൻ എന്ത് ചെയ്യില്ല, ഒരു പെട്ടിയിൽ നിറച്ച് പൈസയും കൊണ്ട് നമ്മുടെ ബാധ്യതകൾ തീർക്കാൻ പറ്റും എന്ന് ആരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അതൊരു മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമായിട്ട് മാറും. അതിന് പകരം ഒരു വ്യക്തിയുടെ രൂപത്തിലോ, ഒരു യാത്രയുടെ രൂപത്തിലോ, ഒരു ഫോൺ കോളിന്റെ രൂപത്തിലോ ആയിരിക്കാം ചിലപ്പോൾ ദൈവം നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങളെ രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചതിന്റെ ആദ്യത്തെ ഒരു പാലം പണിയുന്നത്. ആ പാലം നിങ്ങളുടെ കയ്യിൽ മുന്നിലേക്ക് വന്നുപെട്ടിട്ടുണ്ടെങ്കിൽ ആ പാലത്തിലൂടെ കയറി അപ്പുറത്തെ ഭാഗത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്യാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് അടുത്തൊരു അവസരം നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഒരു തീരുമാനം എടുക്കും. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. നിങ്ങൾ ആ പടച്ചവൻ രക്ഷപ്പെടുത്താനുള്ള ഒരു കൂട്ടത്തിലേക്ക് നിങ്ങൾ ഒരു വ്യക്തിയുടെ രൂപത്തിലോ, യാത്രയുടെ രൂപത്തിലോ, സ്വപ്നത്തിന്റെ രൂപത്തിലോ, അതല്ലെങ്കിൽ ഒരു തീരുമാനത്തിന്റെ രൂപത്തിലോ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ, അതിന് മുന്നിൽ ഒരു പാലം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ പാലം എന്ത് ചെയ്യാം? മുറിച്ചു കടക്കാനുള്ള ഒരു എഫേർട്ടെങ്കിലും നമ്മൾ എടുക്കണം. ആ എഫേർട്ടിലൂടെ ആയിരിക്കും നമ്മുടെ ഫാമിലി ഹാപ്പിനെസ്സിലേക്ക് വരുന്നത്. നമ്മളില്ലാത്തൊരു പ്രസൻസിൽ നമ്മുടെ കുടുംബം മറ്റൊരാളുടെ മുന്നിൽ പോയിട്ടും കൈ നീട്ടേണ്ട ഒരു ഗതികേട് ഇല്ലാത്ത രീതിയിലേക്ക് നമുക്ക് ജീവിച്ച് കാണിക്കാൻ പറ്റുന്ന ഒരു അവസരം നമ്മുടെ മുന്നിലേക്ക് വരണമെങ്കിൽ ആ പാലം മുറിച്ചു കടക്കാനുള്ള ഒരു ബുദ്ധിമുട്ടെങ്കിലും നമ്മൾ സഹിക്കാൻ തയ്യാറാവും. കല്ലും മണ്ണും ചവിട്ടിക്കൊണ്ട് നമ്മളിന്ന് മുന്നോട്ട് പോകുന്ന ഓരോ ദിവസവും
നമ്മൾക്ക് ഇന്ന് അനുഭവിക്കുന്ന ഓരോ വേദനകളും നമ്മളെ പടച്ചവൻ രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചതിന്റെ അവസാനത്തെ റൗണ്ടിലാണെന്ന് വിശ്വസിക്കുക. നമ്മളെ പടച്ചവൻ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിജയിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് അദ്ദേഹത്തിന്റെ ലിസ്റ്റിൽ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു നെയിമായിട്ട് ഞാനും നിങ്ങളും മാറിയിട്ടുണ്ടായിരിക്കും. നാളുകളിൽ ഒരുപാട് വിജയിച്ച ആളുകളുടെ കൂട്ടത്തിലേക്ക് എനിക്കും നിങ്ങൾക്ക് മാറാൻ കഴിയട്ടെ. ഇതുവരെ നമ്മൾ മറ്റൊരാളോട് കൈ നീട്ടിയ കൈയാണ് എൻ്റെ കൈയെങ്കിൽ, ഇതുവരെ മറ്റൊരാളോട് സഹായം ചോദിച്ച നാവാണ് എൻ്റെ നാവെങ്കിൽ, എന്റെ നോട്ടം, എന്റെ കണ്ണുകൾ ഇന്ന് മറ്റുള്ളവരുടെ മുന്നിൽ ഒരു സഹതാപത്തിന്റെ കണ്ണുകളാണെങ്കിൽ, ഈ ബിസിനസ് ഏറ്റെടുത്ത ആളുകളിൽ ഏത് ബുദ്ധിമുട്ട് കണ്ടു കഴിഞ്ഞാലും അത് നമ്മുടെ കൈകൊണ്ട് അവരെ ബുദ്ധിമുട്ട് തീർക്കാൻ പറ്റുന്ന കൈകളായിട്ടും, ഓരോ ബുദ്ധിമുട്ടും ചോദിച്ചറിയുന്ന നാവുകളായിട്ടും, മറ്റു സഹതാപം പിടിച്ച കണ്ണുകളുടെ നോട്ടത്തിന് പകരം സഹായിക്കുന്ന കണ്ണുകളായിട്ട് നമ്മുടെ കണ്ണുകൾ മാറട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. എല്ലാവർക്കും അതിനുള്ളൊരു ഭാഗ്യം പടച്ചവൻ തരട്ടെ. നല്ലത് മാത്രം ചെയ്ത്, നല്ലത് മാത്രം സംസാരിച്ച്, നല്ലത് മാത്രം ആളുകളുടെ കയ്യിലേക്ക് കൊടുക്കുന്ന ഒരു കൂട്ടത്തിലേക്ക് നമ്മളെയും പെടുത്തട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം സ്വപ്നം കണ്ട് ഉറങ്ങാനുള്ള നല്ലൊരു ദിവസവും നല്ല ആരോഗ്യത്തോടുള്ള ജീവിതവും സ്വപ്നം കാണട്ടെ എന്ന്, അല്ലെങ്കിൽ പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച് അമീൻ സർ. അപ്പോൾ എന്തായാലും നല്ല രീതിയിലുള്ളൊരു വെൽക്കം മീറ്റ് തന്നെ ആയിരുന്നു അല്ലേ. അപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ്റെ തന്നെ അത് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബ്ലെസ്ഡ് ആണ് എല്ലാവരും. അപ്പോൾ എന്തിനാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഹാർട്ട് സിമ്പിൾ ഒരു ഡിജിറ്റൽ ക്ലാപ്പ് ഒക്കെ കൊടുക്കുക. നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക പ്രസന്റേഷൻ ആയിരുന്നു ഇത്രയും നേരം എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ റൂമിന്റെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു, പിന്നെ കുറേ ആൾക്കാർ കയറാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. എന്തിനാണെന്ന് ഇത് മിസ്സാക്കിയ ആൾക്കാർക്ക് വളരെ മിസ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോയിൻ4ജി എന്താണ്, അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് ഇതിനേക്കാളും ഒരു ഭംഗിയായിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റൂല. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അവസരം കിട്ടിയ നമ്മളെല്ലാവരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ അടുത്ത ആൾക്കാരൻ ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി മാക്സിമം നമ്മളുടെ ടൈം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. നമ്മൾ എന്താണ് ഈ ഒരു കോയിൻ4ജി തിരഞ്ഞെടുത്തതിന്റെ പുറകിലുള്ള ആ ഒരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് എന്നുള്ളത് നമ്മൾ തന്നെ ഫുൾഫിൽ ചെയ്യാം. അതായത് എന്തെങ്കിലുമൊക്കെ മനസ്സിനകത്ത് ആഗ്രഹങ്ങളുള്ള ആൾക്കാരായിരിക്കും. ഒന്നില്ലെങ്കിൽ ഒരു വീട് വെക്കണം, അല്ലെങ്കിൽ പെൺമക്കൾ ഉണ്ടെങ്കിൽ അവരുടെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. അതും അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ഡ്രീംസോട് കൂടിയിട്ട് കടബാധ്യതകളെല്ലാം തന്നെ തീർത്തു കൊടുക്കണം, അല്ലെങ്കിൽ മക്കളുടെ ഉയർന്ന പഠനത്തിന് വേണ്ടിയിട്ട് എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വേണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഈ ഒരു ഓപ്പർച്യൂണിറ്റി സ്വീകരിച്ചിട്ടുണ്ടാവാം. എനിക്ക് പറയാനുള്ളത് അത് നിങ്ങൾ നല്ല രീതിയിൽ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഒരാളുടെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കമന്റ് പോലും നിങ്ങൾ എന്താ പറയാ ചെവിക്കൊള്ളാണ്ട് നിങ്ങൾക്ക് കിട്ടിയ ഒരു അവസരമാണ് ഇത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി എപ്പം നിങ്ങൾ ഇറങ്ങുന്നു അന്ന് മുതലാണ് നിങ്ങളുടെ ഇവിടുത്തെ ആ ഒരു വിജയം തുടങ്ങുന്നത്. എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിലും നല്ലൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാനില്ല. അതുകൊണ്ട് തന്നെയാണ് 7 വർഷം ഒരു ഗവൺമെന്റ് എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്തിട്ട് ഒന്നും വേണ്ടാന്നും പറഞ്ഞ് വലിച്ചെറിഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു പ്രോഗ്രാമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പോകുന്ന ഇവിടെ അസോസിയേറ്റ് ചെയ്ത് ഇതുവരായിട്ടും ഒരു തരത്തിലുള്ള ഒരു നെഗറ്റീവോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്ക് വന്നിട്ടില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് എയിം വെച്ചിട്ടാണോ ഇവിടെ കയറിയത് അത് എന്റെ മനസ്സിൽ നല്ല രീതിയിൽ ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് തന്നെ ഞാൻ ഇവിടെ പോകുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവാൻ സാധിക്കട്ടെ എന്നും കൂടി പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്തതായിട്ട് അറിയിക്കുന്നു. ഹാവ് എ നൈസ് ഡേ.